ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മുടെ പരമ്പരാഗത നിക്ഷേപ സംവിധാനങ്ങളായ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങിയവയൊന്നും ഒട്ടും മോശമല്ല. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോയിൽ അവയ്ക്ക് സ്ഥാനവുമുണ്ട്. എന്നാൽ വേണ്ടത്ര അളവിൽ മാത്രമേ അവ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെയും RDയുടെയും ഒക്കെ പ്രാധാന്യത്തെപ്പറ്റി മുമ്പ് നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ഇന്നിവിടെ പറയുന്നത് വിക്രമന്റെ കഥയാണ്. വിക്രമൻ എന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരല്ല, വെറുതെ ഒരു പേര് ഇട്ടു എന്ന് മാത്രം. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ വിക്രമനെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് 51 വയസ്സാണ് പ്രായം. ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. തന്റെ 23ാമത്തെ വയസ്സിൽ, അതായത് 28 വർഷങ്ങൾക്ക് മുൻപ് ജോലിയിൽ പ്രവേശിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന് മോശമല്ലാത്ത വരുമാനം ലഭിക്കുന്നുമുണ്ട്. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് വിക്രമൻ. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. അമ്മ പിതാവിനെ കാർഷിക ജോലികളിലൊക്കെ സഹായിച്ചിരുന്നു. വിക്രമനും സഹോദരങ്ങളും ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവിനെ കാർഷിക ജോലികളിലൊക്കെ സഹായിക്കുമായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ സമ്പാദ്യശീലം ഉള്ള വ്യക്തിയായിരുന്നു വിക്രമൻ. എവിടുന്നേലുമൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ തുകകൾ അദ്ദേഹം അന്ന് ചെറുപ്പത്തിൽ കുടുക്കയിലൊക്കെ നിക്ഷേപിക്കുമായിരുന്നു. എന്നിട്ട് കുറച്ചൊക്കെ കഴിയുമ്പം ഈ കുടുക്ക പൊട്ടിക്കുന്നു, എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങൾ അതുപയോഗിച്ച് വാങ്ങുന്നു. അത്തരം ശീലങ്ങളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ഇയാൾക്കുണ്ടായിരുന്നു. 23ാം വയസ്സിൽ ജോലിയിൽ പ്രവേശിച്ച അന്നു മുതൽ തന്നെ ലഭിക്കുന്ന ശമ്പളത്തിൽ നിന്നും നല്ലൊരു ഭാഗം അദ്ദേഹം സേവ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ സേവിങ്സുകൾ പ്രധാനമായിട്ടും 4 ഇടങ്ങളിലായിരുന്നു. 1 റിക്കറിംഗ് ഡെപ്പോസിറ്റ്, 2 KSFE ചിട്ടി, 3 ഫിക്സഡ് ഡെപ്പോസിറ്റ്, 4 LIC പോളിസികൾ. 5 വർഷ കാലാവധിയുള്ള പോസ്റ്റ് ഓഫീസ് RDയിലാണ് ഇദ്ദേഹം ചേർന്നിരുന്നത്. എല്ലാ മാസവും ഏജന്റ് വീട്ടിൽ വന്ന് പണം കളക്ട് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. ഒരു RD കഴിയുമ്പോൾ അദ്ദേഹം അടുത്തതിൽ ചേരുമായിരുന്നു. അദ്ദേഹം ചെറുപ്പമായിരുന്ന കാലഘട്ടത്തിൽ പിതാവിനും പോസ്റ്റ് ഓഫീസിൽ ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ചിട്ടി എന്ന സംവിധാനത്തെ വിക്രമന് പണ്ട് മുതൽ തന്നെ ഇഷ്ടമായിരുന്നു. ഇൻവെസ്റ്റ്മെന്റ്, ലോൺ എന്നീ ഇരട്ട മുഖങ്ങളുള്ള ചിട്ടിയെ അദ്ദേഹം പണ്ടേ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഏറ്റവും സേഫ് ആയ ചിട്ടി KSFEയിലായതിനാൽ അദ്ദേഹം KSFE ചിട്ടിയിൽ സ്ഥിരമായിട്ട് ചേർന്നിരുന്നു. ഒരു ചിട്ടി തീരുമ്പോൾ അടുത്ത ചിട്ടി എന്ന നിലയിൽ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. വിക്രമൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് ശരിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ ആയിരുന്നു. RD മച്ചുറായിട്ട് പണം ലഭിക്കുമ്പോൾ അത് അദ്ദേഹം നല്ല FDകളിൽ നിക്ഷേപിച്ചിരുന്നു. അതോടൊപ്പം തന്നെ KSFE ചിട്ടി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ചിട്ടി വട്ടം എത്തുമ്പോൾ കിട്ടുന്ന തുകയൊക്കെ FDയിൽ നിക്ഷേപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന അഡീഷണൽ ഇൻകം, അദ്ദേഹത്തിന് കാർഷിക മേഖലയിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെ ലഭിക്കുന്ന വരുമാനമൊക്കെ മിച്ചമായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ അദ്ദേഹം FDയിൽ ഇടുകയായിരുന്നു പതിവ്. വിക്രമന് ജോലി കിട്ടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ അയൽവാസിയായ ഒരു LIC ഏജന്റ് അദ്ദേഹത്തിനെ സമീപിക്കുകയും ഒരു LIC പോളിസിയിൽ ചേർക്കുകയും ചെയ്തു. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എൻഡോമെന്റ് പോളിസി. 25 വർഷം കഴിയുമ്പോൾ ലഭിച്ചേക്കാവുന്ന സാമ്പത്തിക നേട്ടങ്ങളെ പറ്റിയൊക്കെ ഏജന്റ് വിശദീകരിച്ചു. അതിൽ ആകൃഷ്ടനായിട്ട് ഇദ്ദേഹം ഇതിൽ ചേരുകയും ചെയ്തു. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ വിക്രമന്റെ ഒരു സുഹൃത്തായ LIC ഏജന്റ് ഒരു പോളിസി കൂടി വിക്രമനെ കൊണ്ട് എടുപ്പിച്ചു. അതും ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എൻഡോമെന്റ് പോളിസി ആയിരുന്നു. അപ്പോൾ മാസം ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നും RDയിലേക്കും KSFE ചിട്ടിയിലേക്കും LIC പോളിസിയിലേക്കുമുള്ള അടവുകളൊക്കെ കൃത്യമായിട്ട് നടന്നിരുന്നു. വിക്രമന്റെ ജീവിതം കുഴപ്പമൊന്നുമില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറമുള്ള നിക്ഷേപങ്ങൾ ഒന്നും തന്നെ സേഫ് അല്ല എന്നൊരു ധാരണയായിരുന്നു വിക്രമന് ഉണ്ടായിരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ചൂതാട്ടമാണ് എന്നായിരുന്നു വിക്രമന്റെ വിശ്വാസം. മ്യൂച്വൽ ഫണ്ടുകൾ പണം കളയാനുള്ള ഒരിടമാണ് എന്ന് വിക്രമൻ കരുതി. ഇതുകൊണ്ടൊക്കെ തന്നെ ഇതേപ്പറ്റിയൊന്നും കൂടുതലായിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ഇയാൾ ശ്രമിച്ചുമില്ല. ചുരുക്കത്തിൽ ഒരു കറകളഞ്ഞ കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ ആയിരുന്നു വിക്രമൻ. ഇത്തരമൊരു സ്വഭാവം വിക്രമന് രൂപപ്പെട്ടതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. വിക്രമന്റെ ഫേവറേറ്റ് ഹീറോ എന്നത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെയായിരുന്നു. വ്യക്തിപരമായിട്ട് ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. നല്ല സേവിങ് ഹാബിറ്റ് ഉള്ള, സാമ്പത്തികം നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം പണം നിക്ഷേപിച്ചിരുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിലായിരുന്നു. അദ്ദേഹത്തിന് റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസിലെ. അതുപോലെ തന്നെ ചിട്ടികളെ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ബന്ധുവായ ഒരു സ്വകാര്യ ചിട്ടിക്കാരൻ
ചിട്ടിപ്പണവുമായി മുങ്ങിയതോടുകൂടി അദ്ദേഹം ചിട്ടിയെ വെറുത്തിരുന്നു. പിതാവിന്റെ ഇത്തരം സാമ്പത്തിക നയങ്ങൾ തീർച്ചയായിട്ടും വിക്രമനെയും സ്വാധീനിച്ചിരുന്നു. അതുപോലെ തന്നെ വിക്രമന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ വിക്രമന്റെ ചെറുപ്പകാലത്ത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമായിരുന്നു. അദ്ദേഹം വിക്രമന്റെ അച്ഛനുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു: പണം മിച്ചമുണ്ട് എങ്കിൽ അത് ബാങ്കിൽ ഇട്ടേക്കുക, വേറെ എല്ലാം തട്ടിപ്പാണ്. അത്തരം സംസാരങ്ങളൊക്കെ വിക്രമൻ കേൾക്കുമായിരുന്നു. അതും വിക്രമനെ സ്വാധീനിച്ചിരുന്നു. 36 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വിക്രമൻ ഒരു ഫിനാൻഷ്യൽ അവയർനെസ് പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഒരു 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു അത്. യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം അതിൽ പങ്കെടുത്തത്. എന്നാൽ ആ പ്രോഗ്രാമിൽ നിന്ന് കുറേയധികം പുതിയ അറിവുകൾ വിക്രമന് ലഭിക്കുകയുണ്ടായി. കോമ്പൗണ്ടിങ് എന്ന മാജിക്കിനെ പറ്റി വിക്രമൻ മനസ്സിലാക്കുന്നത് അവിടെ വെച്ചാണ്. നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ ഓറിയന്റഡ് ആയിരിക്കണം. ഭാവിയിൽ നമുക്ക് വന്നേക്കാവുന്ന സാമ്പത്തിക ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നിക്ഷേപങ്ങൾ ചെയ്യണം എന്നുള്ള സന്ദേശം വിക്രമന് ലഭിച്ചത് അവിടെ നിന്നാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം വിക്രമന് കുറെ അധികം തിരിച്ചറിവുകളുണ്ടായി. അത് ഇവയൊക്കെയായിരുന്നു: 5 വർഷക്കാലത്തേക്കുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഒരു നഷ്ടക്കച്ചവടമായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നില്ല. അതുപോലെ ചിട്ടികളെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടായിരുന്നു വിക്രമൻ കണ്ടിരുന്നത്. എന്നാൽ ചിട്ടി എന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, അത് ശരിക്കും ലോണിന് പകരം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സാമ്പത്തിക ഉപകരണമാണ് എന്നൊരു തിരിച്ചറിവ് വിക്രമന് ഭയങ്കരമായിട്ടുണ്ടായി. ട്രഡീഷണൽ ആയിട്ടുള്ള 2 LIC പോളിസികളിൽ ചേർന്നത് മണ്ടത്തരമായി പോയി എന്ന് വിക്രമന് ഉറപ്പായി. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നല്ലതാണ് എങ്കിലും അതിൽ നിക്ഷേപങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് നടത്താൻ പാടില്ല എന്ന സത്യവും വിക്രമന് ബോധ്യപ്പെട്ടു. ഇത്രയും കാലം തട്ടിപ്പാണ്, പണം കളയാനുള്ള ഇടമാണ് എന്ന് താൻ ധരിച്ചിരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് എന്ന് വിക്രമൻ മനസ്സിലാക്കി. തുടർന്ന് വിക്രമൻ ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറെ കാണുകയും മാസം 5000 രൂപ വീതം SIP ആയി നിക്ഷേപിക്കുന്ന രീതിയിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ആരംഭിക്കുകയും ചെയ്തു. നിക്ഷേപം ആരംഭിച്ച് 1 വർഷം പൂർത്തിയായി. അതിനിടയ്ക്ക് പലപ്പോഴും വിക്രമൻ ഇത് പിൻവലിച്ചാലോ എന്നാലോചിച്ചതാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിന്റെ കയറ്റിറക്കങ്ങൾ ഉണ്ടായപ്പോൾ പലപ്പോഴും തൻ്റെ നിക്ഷേപവും കയറുകയും ഇറങ്ങുകയും കണ്ട വിക്രമൻ പാനിക്കാവുകയുണ്ടായി. എന്നാൽ അഡ്വൈസർ കൃത്യസമയങ്ങളിൽ ഇടപെടുകയും ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നതിന്റെ പ്രസക്തി അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തു. അഡ്വൈസറുടെ ഇടപെടൽ കൊണ്ട് 3 വർഷം ഈ SIP കൃത്യമായിട്ട് പോയി. 3 വർഷം കഴിഞ്ഞപ്പോൾ വിക്രമന് കാര്യങ്ങൾ കൂടുതലായിട്ട് വ്യക്തമായി. ലോങ് ടൈമിലേക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ടിന്റെ അത്രയും നല്ല ഒരു ഉപകരണം മറ്റൊന്നില്ല എന്ന് മനസ്സിലാക്കിയ വിക്രമൻ കൂടുതൽ പണം SIP ആയി നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. മാസം 20,000 രൂപയോളം അദ്ദേഹം SIP ആയി നിക്ഷേപിച്ചു തുടങ്ങി. അതോടൊപ്പം തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ കിടന്നിരുന്ന കുറേ തുക അദ്ദേഹം ലംസം രീതിയിൽ നല്ല ഫണ്ടിലേക്ക് നിക്ഷേപിച്ചു. ഈ നിക്ഷേപത്തിന് എല്ലാ സഹായവുമായി, എല്ലാ ഉപദേശവുമായി ഈ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ഒപ്പം നിൽക്കുകയും ചെയ്തു. വിക്രമൻ ആ സമയത്ത് 39 വയസ്സായിരുന്നു പ്രായം. കുട്ടികളൊക്കെ വലുതായി വരുന്നു. ഭാവിയിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പണം കണ്ടെത്തേണ്ടതുണ്ട് എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നിക്ഷേപങ്ങൾ നല്ല രീതിയിൽ തുടർന്നു പോന്നു. ഇപ്പോൾ വിക്രമന് 51 വയസ്സായി. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലൂടെ ഏതാണ്ട് 3 കോടി രൂപയുടെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. കുട്ടികളുടെ പഠനം, വീടിന്റെ റിനോവേഷൻ, പുതിയ കാർ വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയും ചെയ്തു. ഇടയ്ക്കിടെ വിക്രമൻ ഓർക്കാറുണ്ട്, 24-ാം വയസ്സിൽ തന്നെ അനാവശ്യമായി RDകളിലും ചിട്ടിയിലും ഒക്കെ നിക്ഷേപിച്ച പണം SIP രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇതിലും വലിയ കോർപ്പസ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നല്ലോ എന്ന്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ പറയുകയുണ്ടായി, പോയ കാര്യങ്ങൾ പോട്ടെ, പണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന കാര്യം മറന്നേക്കുക. ഇനി അങ്ങോട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ഈ ഇൻവെസ്റ്റ്മെന്റ് തുടരുക. നേട്ടങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ സാധിക്കും, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. വിക്രമന്റെ കഥ നമ്മളിൽ പലരുടെയും കഥയാണ്. നമ്മളിൽ പലരും കൺസർവേറ്റീവായ ട്രഡീഷണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇന്നോവേറ്റീവായ പ്രൊഡക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ സാധിക്കും എന്ന തിരിച്ചറിവ് ഇനിയും ആളുകൾക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്.
ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.